ഇപ്പൊ ലൈവ് അടിച്ചു പൊളിക്കണം ഗൈസ്. Come on guys, കട്ട കളിക്കണം പറ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. മണി 2:10 ആവാറായി. അപ്പോൾ നമ്മൾ എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഷൂട്ടി ഇറങ്ങിയാ സമയം കൊണ്ടിരിക്കുന്നു. 1 മണിക്കൂർ ആയല്ലേ മേക്കപ്പ് പോയിട്ട് ഇറങ്ങിയിട്ട്? ഒന്നും ചെയ്തില്ല അവള്. തന്നെ പൊളി സുന്ദരിയായിക്കണ്. ചുമ്മാ കരി മരിച്ച് പൊട്ടിട്ട് പതുക്കെ വരയ്ക്കും. വാ കണ്ണിൽ കരി വരയ്ക്കണ്ടേ എങ്കിലും നീ സുന്ദരിയാവും. ഐലൈനറാ കണ്ണട പതുക്കെ വരയ്ക്കണം. കണ്ണട ഒരു പ്രാവശ്യം അടച്ചാൽ നല്ല പോലെ. താഴെ മോള് വരയ്ക്കണേ. നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു വിഷയമില്ല കേട്ടാ. ജസ്റ്റ് ഒന്ന് പോകും തല ചെയ്യും ഇറങ്ങി എത്ര തന്നെ. ഇവരൊക്കെയാണ് തല കെട്ടി സ്ലൈഡ് വെച്ച് പൊട്ട് വെച്ച് ഐലൈനർ വച്ച് മേക്കപ്പ് ചെയ്ത് 1 മണിക്കൂർ. സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. കാണിയത് പൊളി പൊളി, നല്ല സുന്ദരിയായല്ലോ. കിളമ്പിട്ടിയാ എന്നാ ഹെയർ സ്റ്റൈൽ ഇത്? ചെല്ല വാർത്തയില്ല. ഇതൊരു ഹെയർ സ്റ്റൈലാണ്, ഒരു സാധാ ഹെയർ സ്റ്റൈൽ. ജസ്റ്റ് ഒന്നിങ്ങനെ അത്ര സ്പൈക്ക് പോലെ അല്ലേ? നിൽക്കാൻ വേണ്ടത് സോപ്പ് എടുക്കാനുള്ള പാത്രം നോക്കില്ല. ഓക്കെ ഫേസ് വാഷ് ചെയ്താൽ വരാം. ഇത് മോൻ വെള്ളമായിരിക്കണം. വെള്ളമായിരിക്കില്ല കിളമ്പിട്ടിയാ? ഓർഡർ പോട്. കമ്മിയായിരുന്നു, നിറയെ പോട്, അള്ളി പോട്. അവൻ കൈ കാട്ടത്തെ പറഞ്ഞ അള്ളി പോട്ടേണ്ട മുഖം തെരി കൂടെ വെള്ള വെള്ളയാൻ തോന്നുന്നു. யாரு பவுடர் கீழே கொண்டு நீயா? சே ஏன் கொடுறேன் பவுடர் கட்டி தாழ அடிக்கணும். சே இது பெரிய தப்பு. இது தப்பு மன்னிப்பு கிடையாது, பனிஷ்மெண்ட் தான். அதனால நீ படத்துக்கு வரக்கூடாது, இங்கே தான் உட்காரணும். ஓகேவா? இது ரோஸ். ஏய் ஏய் இந்த ஜகலாம் இங்க வேணா. தலைப்பேச்சு எல்லாரும் பூ வச்சுட்டா கொஞ்சமா எப்படி இருக்குங்க? நிறைய போலே பவுடர் நிறைய மொத்தம் இல்லை இல்லை மேலே மொத்தம் മുടി നിൽക്കണല്ലേ? കഷ്ടപ്പെട്ട് ചെയ്ത് ഒതുക്കിയാണ് അവിടെ ഇറങ്ങിയപ്പോൾ. കാറ്റടിച്ചില്ലേ വണ്ടി വരുമ്പോൾ എല്ലാം മാറി, ഷേപ്പെല്ലാം മാറിപ്പോയി. എല്ലാവർക്കും വയസ്സ് കുറയ്ക്കണം. ആർക്ക് 40 വയ്യ, 30 വയസ്സ് നിൽക്കണം, 30 നിൽക്കണം എല്ലാവർക്കും. കഷ്ടം തന്നെ സത്യം പറയാമല്ലോ. എന്ത് ചെയ്യാൻ പറഞ്ഞ കാര്യമില്ലല്ലേ? ചീപ്പോടാ ചീപ്പോടാ റൗണ്ട് ചീപ്പ്. മണി 2:30 മണിയായി. 2:45 ഷോ പെട്ടെന്ന് പോകണം. അല്ല കളിപ്പിച്ചില്ല. ഓക്കെ നീ ഓക്കെ തന്നെ. പൗഡർ കമ്മിയായിരുന്നു, നിറയെ പൊടുന്നു. അപ്പോൾ ഗോപി ഓക്കെ. ഇവിടെ നീ ഇറങ്ങിയാ വാണി ഇറങ്ങിയല്ലോ, പൈസ ഇറങ്ങിയല്ലോ. തലയിട്ടാണ്ടല്ലേ ഇറങ്ങി കമ്മിറങ്ങിയല്ലോ. മല്ലിപ്പൂ വെച്ചിട്ട് എന്ത് പാട്ട് ரொம்ப முக்கியம். മല്ലിപ്പൂ പാട്ട് പാട്ടാക്കാം. ഇറങ്ങിയല്ലോ പോലോ. അപ്പോൾ സിനിമയ്ക്ക് പോവാം. റായൻ പടം കാണാൻ പോവുകയാണ്. ധനുഷിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. വീട്ടെ പൂട്ടിച്ചാ? ഓക്കെ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട്. പോന്നാ വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. ഇങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം. ഇവിടെ വലിയ കുഴിയുണ്ട്, കണ്ടല്ലോ, അണ്ടർടാക്കിൻ്റെ കുഴിയാണ്. അപ്പോൾ അവരൊക്കെ കാറിൽ പോകുന്നു, നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഞാൻ ഗോപിയായിട്ട് പോകാം പിന്നാടി പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വണ്ടി, ഹീറോ ഹോണ്ട ഷൈൻ. ഓക്കെ ഓക്കെ വണ്ടി വളച്ച് വേറെ വിഷയമൊന്നുമില്ല. ആദ്യം കുറച്ച് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ശരി പോമാ. അപ്പോൾ നമ്മൾ പോകുന്ന തിയേറ്റർ പറഞ്ഞത് PSS തിയേറ്ററാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 4 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം KTC നഗർ എന്ന് പറയും. നമ്മൾ പോകേണ്ട സ്ഥലം പാളയംകോട്ട തന്നെ. അത് പാളയംകോട്ടയിലാണ് പോകേണ്ടത്. മണിപ്പം കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 2:30 മണി ആവാറായി. 2:45 ഷോ തുടങ്ങാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലാറ്റാണ്. അയ്യോ പാത്ത് പയ്യ വാമാ ഇടിച്ചിടാമാ. അയ്യോ ഉയരേ പോച്ച്, ജസ്റ്റ് മിസ്. അയ്യോ അന്ന പൊണ്ണു ബ്രേക്കില്ലേ വണ്ടിയിൽ? ഒന്നത് എൻ്റെ ബൈക്കല്ല, എൻ്റെ ബൈക്കാണെങ്കിൽ വിഷയമില്ല, എനിക്ക് കൺട്രോൾ കറക്റ്റായിരിക്കും. ഇത് പുതിയ ബൈക്കിനാണ് കൺട്രോൾ അവിടെ ടക്കുന്ന് വരാതെ. നമ്മുടെ ഇവിടെയൊക്കെ പതുക്കാണ് പോകേണ്ടത്. കുറേ പട്ടികളുടെ ശല്യമാണെന്ന് പറഞ്ഞത്. പട്ടികൾ ബാക്കിൽ നിന്ന് ഓട്ടിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ വണ്ടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ലാതെ വീഴും. അപ്പോൾ പട്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തുക, ജസ്റ്റ് ഒന്ന് പട്ടിയെ നോക്കി ചെറിയുക, കല്ലെടുത്തെറിയുക. കടി കെട്ടിയാൽ അത് വേറെ കാര്യം. ഓക്കെ നമ്മൾ തന്നെ പൂജപ്പുര മെയിൻ റോഡ് എത്തി. പൂജപ്പുര അല്ല ഇത് വന്നിട്ട് KTC നഗർ മെയിൻ റോഡാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി ഹൈവേ കയറിയാണ് പോകേണ്ടത്. പോലീസൊക്കെ വണ്ടി പോവുകയാണ്. നമുക്ക് വിഷയമൊന്നും ഇല്ലല്ലേ? ഇവിടുത്തെ പോലീസ് എങ്ങനെയാണ് അറിഞ്ഞൂടാ, അവിടുത്തെ പോലെയാണെന്നുള്ളത്. ഇത് പോലീസ് തന്നെ സ്പോർട്സ് ഷൂട്ടിങ്ങണ്, പോലീസ് വിടാതെ. ശരി അവരിഷ്ടം പോലെ കേട്ടല്ലേ. പയ്യക്കാരാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അവളാൻ തിരിയണേ, அதுக்கப்புறம் யாரும் தெரியாது എന്നാണ്. പടത്തിൻ്റെ റിവ്യൂ കൊള്ളാമെന്നാണ് പറയുന്നത് എല്ലാവരും. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ഫൈറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അത് കുറച്ച് ബോറിംഗ് ആയിട്ട് ചിലർ തോന്നിയിട്ടുണ്ട്. ഓക്കെ തിയേറ്റർ എത്താറായി. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. എങ്ങനെ തിരിയണം അവിടെ നിന്ന്? റൈറ്റ് തിരിയാൻ സ്പേസ് ഉണ്ടോ?
அங்கே போய் திரிக்கணுமா? ஓகே ஓகே, அப்படி போகணுமோ? ഓക്കെ സൂപ്പർ. അത്രയേ ഉള്ളൂ. സുധീഷ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ, മനസ്സിലായോ? വേറെ ഏരിയ ആണ്, വേറെ ബൈക്കാണെന്ന് പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പഴയ ഒരു ശരിയായിക്കോളും. ഓക്കെ, PSS തിയേറ്റർ ഇന്നിവിടെ ഔട്ട് അപ്പുറത്ത്. ഓ നല്ല തിരക്കാണല്ലോ തിയേറ്ററിൽ. അത്ര നല്ല പടം അത്. മധുര സ്വപ്നങ്ങളിൽ ജയലക്ഷ്മി. ഈ പാട്ട് കേൾക്കുമ്പോൾ തിയേറ്റർ ഓർമ്മ വരണം അല്ലേ പണ്ടൊക്കെ. എവിടെ കൊണ്ട് വണ്ടി ഒതുക്കാം, ഭയങ്കര തിരക്കാണല്ലോ. പാർക്കിംഗ് ഫീ എടുക്കാം. പടം കാണാൻ പൈസ അടയ്ക്കണം, പാർക്കിംഗ് ഫീസ് പുറത്തേക്കണം കേട്ടോ. അവിടെ കൊള്ളാമല്ലോ. ബൈക്ക് എവ്വളോ? 10 രൂപ. വാങ്ങിക്കാം. ഓക്കെ പോമാ. ഓക്കെ, ബൈക്ക് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ? നിന്നോട് ചൊല്ലും ജയലക്ഷ്മി. എവിടെ കൊണ്ടുവന്നാ പാർക്ക് ചെയ്യാൻ? എല്ലാം ഫുള്ളാണല്ലോ ഇവിടെയൊക്കെ. ഇവിടെ സ്പേസ് ഉള്ളതുപോലെ തോന്നുന്നു. അവിടെ ഉണ്ട്. ഓക്കെ സൂപ്പർ സൂപ്പർ. വണ്ടി ലാക്ക് പണിട്ടേ പറയണില്ല കൊണ്ടുപോകാൻ പാടുന്ന. ഭയങ്കര തിരക്ക്. ഓ അത് പെരിയ പടമല്ല, അവിടെ ഇറക്കും. ചിന്ന പടം ചെറിയ പടമായിരുന്നു. വലിയ പടമല്ലേ, കളക്ഷൻ പിടിക്കണ്ടേ? ഇപ്പോൾ സ്നാക്സ് നോട്ട് അലൗഡാണ്. ചിപ്സ് ബിസ്ക്കറ്റ് കൊണ്ടുപോകാൻ പാടില്ല. വെള്ളം ഉണ്ടാകുമോ? ശരി, സ്നാക്സ് നോട്ട് അലൗഡ്. നിങ്ങൾ വയ്ക്കുന്ന സ്നാക്സിന് വില കുറച്ച് വിഷയമില്ലല്ലോ. ഉള്ള വില വയ്ക്കണത്. ചെറിയ പോപ്കോൺ 100 രൂപ പറയും, പപ്സിന് 50 രൂപ പറയണം. ക്യാമറ അലൗഡ് തന്നെ. ആറ് തരും, പോകുമ്പോൾ തരും. യുവാ കേട്ടാ. ഓക്കെ, നമ്മൾ തിയേറ്ററിനകത്ത് കയറിയിട്ടുണ്ട്. ചെറിയ ചെക്കിംഗ് ഉണ്ടായിരുന്നു, വേറെ വിഷയമൊന്നുമില്ല. സ്നാക്സ് കൊണ്ടുപോകാൻ പാടില്ല മെയിനായിട്ട്. ഇത്ര തന്നെ. ക്യാമറ അലോടാണെന്ന് കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇൻ്റർവൽ ആയിട്ടുണ്ട്. അപ്പം സ്നാക്സ് ഒക്കെ വാങ്ങാൻ പോയി ഭയങ്കര വില, ഒരു രക്ഷയില്ല. കോൾഡ് കോഫി ഇൻ്റർവൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കോൾഡ് കോഫി 100 രൂപ. അവിടെ തുടങ്ങി. സൗണ്ട് രക്ഷയതേ. സിനിമ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു അബോ ആവറേജ് പടമാണ്. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ചൊരു താഴെ ഇറങ്ങിപ്പോയി. എന്തായാലും പടം കുഴപ്പമില്ല. പോയി തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെ. കുറച്ച് വെട്ടും കുത്തും കൊലപാതകം കൂടുതലായിരുന്നു. അവധി കാലത്ത് പോയി കാണാൻ പറ്റിയ പടം അല്ലേ. ഇപ്പോൾ പോകുന്ന അടുത്ത എങ്ങോട്ട് പോകണം? നമ്മൾ അടുത്ത പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരവണ സ്റ്റോറിലാണ്. അവിടെ പോയി ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാം. ചുമ്മാ കറങ്ങാം അല്ലേ, ഷോപ്പിംഗ് ചെയ്യാനൊന്നുമില്ല, ചുമ്മാ കറക്കാം, അത്ര തന്നെ. വണ്ടി ഇവിടെ എൻ്റെ അവിടെ ഇപ്പുറത്താ. ചേട്ടാ നിങ്ങൾ കാറിൽ പോ, നമ്മൾ ബൈക്ക് വരാം. ബാക്കി നിന്ന് തിയേറ്റർ സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല വലിയ തിയേറ്ററാണ്, നല്ല സ്പേസ് ഉണ്ട്. കാർ പാർക്കിംഗ്, ബൈക്ക് പാർക്കിംഗ് ഒക്കെ. റേറ്റാണ് ഭയങ്കര ഹൈ റേറ്റ്. പിന്നെ പോപ്കോൺ 100 രൂപ, ജ്യൂസ് 100 രൂപ, എല്ലാം 100 രൂപ തന്നെ. 100 കുറഞ്ഞ റേറ്റിലും കിടയാതെ. അപ്പോൾ ഭയങ്കര മോശം കേട്ടോ സത്യം പറഞ്ഞു. തിയേറ്ററൊക്കെ കുറച്ച് റേറ്റ് കുറയ്ക്കണം. അതുപോലെ സ്നാക്സിനൊക്കെ അപ്പോൾ നിങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്നാക്സ് വിൽക്കണം. ഇപ്പോൾ റേറ്റൊക്കെ കുറച്ചാൽ കൊള്ളായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത് നേരെ പോകുന്നത് ശരവണ സ്റ്റോറിലോട്ടാണ്. ഇവിടെ അടുത്ത് 500 മീറ്റർ ദൂരമേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഫാമിലി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളും സിനിമകളൊക്കെ അത്ര തന്നെ. ഓക്കെ സൂപ്പർ ക്ലൈമറ്റ് അല്ലേ. നമുക്ക് മഴയുണ്ട്, നല്ല ക്ലൗഡി ആയിട്ട്, നല്ല ഒരു കൂളിംഗ് ആയിട്ട്, ഒരു മഴക്കോളാണ്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പം മഴയില്ല. നല്ലൊരു കാലാവസ്ഥയാണ്. ആഹാ, ഒരു രക്ഷയില്ല. ശരവണ സിൽവത്രം കാണാൻ ബിൽഡിംഗ് തന്നെ, ഒരു വലിയ ബിൽഡിംഗ് ആണ്. നമ്മളെ മാൾ ഓഫ് ട്രാവൻകൂർ പോലത്തെ ഒരു മാൾ തന്നെ. ഇപ്പോൾ ബൈക്ക് അകത്തോട്ട് പാർക്ക് ചെയ്യാനാണ് പറയണത്. വേറെ വിഷയമൊന്നുമില്ല, അകത്തോട്ട് പാർക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ഇங்கே ரைட்டா? ரைட்டில் இப்போ அப்படி தான் போகணுண்ணே. ഓക്കെ, അതാണ് കേട്ടെ. ബൈക്ക് പാർക്കിംഗ് ബാക്കിലോട്ടാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ കറങ്ങി വരാം പാ. അത് ഔട്ടല്ലേ, അതൊരു കയറാൻ പാടില്ല. ഇതാണ് ഇന്ന് മൾട്ടി ലെവൽ പാർക്കിംഗ് ആണിത്. ரைட்டா? ഓക്കെ, ഇங்கே പാർക്കിങ്. അപ്പോൾ അവങ്കെല്ലാം அப்படி வருவாங்க. ഓക്കെ, ചില സിനിമയിലൊക്കെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഇങ്ങനെ സ്ഥലമാണ്. പാർക്കിങ്ങിലാക്കി ഫൈറ്റ്, നായരും എല്ലാമായിട്ട്. അതുപോലൊരു ഫൈറ്റ് ഇവിടെ നടക്കും. ഇവിടെ ഫൈറ്റൊന്നുമില്ല, ഓൺലി ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ വിഷയമില്ല. ഓക്കെ, വാ സൂപ്പറാണ്, അടിപൊളി അല്ലേ. എങ്കിലാങ്ങ എന്താ അമ്മ കേട്ടതാ, എല്ലാം ഫ്രീ താ, എല്ലാം ഫ്രീ.
ഓക്കെ, അപ്പോൾ ഷോപ്പിംഗെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്ത് ക്യാമറ പെർമിഷൻ ഇല്ലെന്നാണ് പറഞ്ഞത്. പെർമിഷൻ ഉണ്ട്, ഇപ്പോൾ ചോദിക്കാൻ പറഞ്ഞ് അവിടുത്തെ മാനേജറെ കണ്ടാൽ പെർമിഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ അലയാൻ പോയില്ല. ഇപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയാൽ വാങ്ങിയിട്ടുണ്ട്. വൈഷൂട്ടി ചെരുപ്പും കാര്യങ്ങളൊക്കെ, പിന്നെ നല്ല കുറേ ഫാൻസി ഐറ്റം നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാലോ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ പാട്ട് പാടിച്ചു പാടവേല് കടയ്ക്ക് വീട്ടിൽ പോയിട്ട് പഠിക്കില്ല. വീട്ടിൽ പോയിട്ട് ഗാനമേള ഉണ്ട്, പോറാൻ കൂടെ வந்து പാട്ട് സൂപ്പർ. ஆமாம் செல்ஃபி எடுக்கல. எப்படி காட்டுறது? ഓക്കെ, അപ്പോൾ പോകുന്ന നമ്മളിങ്ങനെ പാർക്കിങ്ങിലെത്തി ബൈക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്ലൈഡ് വളകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വൈഷൂട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ബോ വാങ്ങിച്ച്, പിന്നെ കുറച്ച് മേക്കപ്പ് സാധനം. ഇപ്പോൾ നാളെ ചെറിയ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ இந்த பாட்டை போட்டாச்சா? இங்கே இந்த பாட்டு தான் என்ன ஃபுல்லாக இந்த வைப்பில். ஆமாம் ஆமாம், പാട്ടുണ്ട് സൂപ്പറല്ലേ. ആ അപ്പം എൻ്റെ കൂടെ വാണി വരെയാണ്. നീന്തൽക്കാരെ ബൈക്കിൽ ഇന്ന് കൊണ്ടുപോകണല്ലോ ഒരിടത്ത്. ഓടിച്ചാടി കയറിക്കുന്നു, ബൈക്കിൽ വരുള്ളൂ, കാറിൽ പോകാൻ വയ്യാവുക. ഇപ്പം ഞാനും വാണി ജോഡിയായിട്ട് കപ്പിൾഡായിട്ട് പോകാൻ പോയാണ്. വാണി പാട്ട് പാടുന്ന ബാക്കിൽ കേട്ടല്ലോ, ചുമ്മാ വരല്ലേ. ഇപ്പോൾ കാർ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്ത് പോകാം. ഇവിടുത്തെ വഴികളൊക്കെ അറിയാം, എന്നാലും അവരെ ഫോളോ ചെയ്ത് പോകണം നല്ലത്. ഉസിറേ പോകുതേ ഉസിറേ പോകുതേ, ഈ പാട്ട് രാവണ സിനിമയിലെ പാട്ടാണ്. ഇത് ഏറെ അടിച്ച പാട്ടാണ്. അതേപോലെ തന്നെ ഈ പടത്തിലും ഉസിറേ പോകുതേ അങ്ങനെ വരിയുണ്ട്. ഇതിൽ രാവണൻ എന്നൊരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത്. രായൻ എന്ന ക്യാരക്ടറിനകത്ത് രാവണനുണ്ട്. അപ്പം ഇത് അനിയത്തിക്ക് വേണ്ടി റിവഞ്ചാണ്, രാവണ സിനിമയിൽ അനിയത്തിക്ക് വേണ്ടി റിവഞ്ചാണ്. അപ്പോൾ രണ്ട് പടത്തിലും ഉസിറേ പോകുതേ എന്ന പാട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ ഉള്ളത് കുറച്ച് മഴച്ചാറ്റിലുണ്ട്, ചെറുതായിട്ടൊന്ന് അടിപൊളിയായിരിക്കുന്നു. അതൊരു പ്രത്യേക വൈബ് തറന്ന്. അത് എന്ത് വൈബ്, പ്രത്യേക വൈബ് എല്ലാവരും പറയുന്നത്. ആ വൈബ് ഒന്നും പറയാൻ പറ്റില്ല, അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വൈബാണ്. ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കുറേ ഡയലോഗ് പറയാം, അതൊക്കെ കേട്ടോണം. അത്ര ക്രിഞ്ച് അടിക്കാൻ പാടില്ല, ആവശ്യമില്ല അല്ലേ. എല്ലാം ക്രിഞ്ചാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല വ്ളോഗിൻ്റെ അകത്ത്. സർവണ സെൽവരത്നം തങ്കമാളികൈ, ഓ മെനിങ് ആണല്ലേ. അപ്പോൾ ഈ സർവണ സെൽവരത്നം അതിന് പൂട്ടാൻ പോവുകയാണ് പറഞ്ഞത്. ഇത് അധിക ദിവസം ഇല്ല എന്തായാലും, കാരണം ഇതൊക്കെ കുറച്ച് ഔട്ട് ഓഫ് ഫാഷൻ ആയെന്നാണ് പറയണത്. ഇവിടെ കളക്ഷനും കുറഞ്ഞു പോയി, അതിൽ ആൾക്കാരും കുറവാണ്, പഴയ പോലെ അല്ല. ഇപ്പോൾ മെയിൻ ആൾക്കാർ കൂടുതൽ പോകുന്നത് ചെന്നൈ സിൽക്സിലാണ്. ചെന്നൈ സിൽക്സ് RMKയിലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും പൂട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെ, ആദ്യം കുറച്ച് വളർന്നു വരും, പിന്നെ നല്ല പീക്കിൽ പോകും, പിന്നെ പെട്ടെന്ന് ഡൗൺ ആവും, പിന്നെ അത് പൂട്ടും, പിന്നെ പുതിയ ബിസിനസ് തുടങ്ങണം. ഇപ്പോൾ ജീവിതത്തിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന വ്ളോഗും അതുപോലെ തന്നെ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് റീച്ചായി പോകുന്നു, ഒരു ടൈം കഴിയുമ്പോൾ ഇത് ആൾക്കാർ ബോറടിക്കും. അപ്പോൾ നമ്മൾ മാറ്റി പിടിക്കണം, മനസ്സിലായി. വേറൊരു പുതിയ ചാനൽ തുടങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേ ചാനലിന് നല്ലപോലെ കണ്ടിന്യൂ കൊണ്ടുപോകണം. നമ്മൾ മാക്സിമം പെർഫോമൻസ് കൊടുക്കുമ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. നമ്മൾ പെർഫോമൻസ് എവിടെ കുറയണോ, അതായത് ആൾക്കാർക്ക് എവിടെ ബോറടിക്കണോ അവിടെ വെച്ച് നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. അതേ സമയത്ത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കൊള്ളാം. അത്ര ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഓക്കെ, നമ്മൾ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് കഴിയാറായി. ഓക്കെ, ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഉസിറേ പോകുതേ ഉസിറേ പോകു. ഇന്നത്തെ ഡിന്നർ പറഞ്ഞത് ചോറ്, ഇറച്ചി കറി, അവിച്ച മുട്ട, മാങ്ങാച്ചാറ്. ഇത് കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, രാത്രി ദോശ ഉണ്ടായിരുന്നു, ചോറ് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ ചോറ് മതി പറഞ്ഞു, കാരണം ചോറ് ഞാൻ പനി പൊതിയാക്കി. ഇവിടുത്തെ ചോറ് സൂപ്പറാണ്, അവിടുത്തെ പോലെയല്ല, ചെറിയ അരിയായി. അവിടുത്തെ ചോറും കൊള്ളാം, ഇവിടുത്തെ ചോറും കൊള്ളാം. ഇത് നിന്ന് കുറേ ദിവസം ആയില്ലേ, അതുകൊണ്ട് തിന്നാണ്. ഓക്കെ, കഴിച്ചിട്ടില്ല. ഉറങ്ങാൻ പോവുകയാണ്. മണി കറക്റ്റ് 11 മണിയായിട്ടുണ്ട് രാത്രി. അപ്പോൾ ആഹാരം കഴിച്ചല്ല, വയറ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ കിടക്കാൻ പോവുകയാണ്. ഇവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്നത്. ലേഡീസൊക്കെ അകത്ത്, ജെൻസൊക്കെ പുറത്ത്. അപ്പോൾ അവിടെ AC റൂമാണ്. അവിടെ AC ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. AC അല്ലല്ലോ, ഡോർ ഓപ്പൺ വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ AC ഇങ്ങോട്ടും വരും. അല്ലെ ചൂടൊന്നും ഇല്ല, കുറവില്ല, എന്നാലും AC ഉണ്ടെങ്കിൽ സുഖമല്ലേ. ഉറങ്ങാം, വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാം പോവുകയാണ്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇവിടെ പാട്ട് പാടാന്ന് ഒരാൾ പറഞ്ഞാണ് ഗാനമേള. എവിടെ നമ്മളെ ആന്റി അത്തൈ പാട്ട് പാടുന്നത്തെ என்னது சிரிப்பு கலுக்குன்ட்டு பொண்ணுன்னா நல்லா கலகலன்னு சிரிக்க வேணா. പാട്ടൊക്കെ പാടിത്തരും. ഇവിടെ വന്നാൽ മതി. പാട്ട് പാടാൻ കഴിവുണ്ട്, ഡാൻസ് കളിക്കും, നല്ലപോലെ പാചകം ചെയ്യും. സകലകല വല്ലവിയാണെന്ന് പറഞ്ഞത് നീ ചൊല്ലിங்க, நான் சொல்லல. இப்போ போன் கேமரா ஆன் பண்ண உடனே கூச்சம் வருது உங்களுக்கு. நடிப்பு வரமாட்டேங்குது. போன் இல்லாம கேமரா எல்லாம் பாட சொல்லி நான் பாடுறேன். ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ വ്ളോഗ് കട്ട് ഇപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്തിട്ട് പാട്ട് പാടാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പാട്ട് കാണാനുള്ള യോഗമില്ല. നിങ്ങൾ പാട്ട് പാടി തൂങ്ങണം. இப்போ பாரு, எனக்கு சிசிர பாரு. പുറത്തെ വിടുന്നത് പാട്ട് கிடையாது.
പുറത്ത് അവിടെ പാട്ട് கிடையாது. இப்ப பாரு பாரு நீ கட் பண்ண உடனே பாரு. நீங்க தான் பாடணும். சரி இந்தியா வா. ஓகே பாய். இந்தியா போய் நம்ம டயலாக் போறோம். வாடி வா. பாத்தா. அப்போ ஜீவிதத்தில் வாழ்க்கையில் என்னதான் கஷ்டம் வந்தாலும் ஒவ்வொரு நிமிஷம் லைஃப் அடிச்சு பொழிக்கணும். காரணம் ஒரொட்ட லைஃபே உള്ളൂ. அப்ப லைஃப் മോൺ ഗൈസ് കറക്റ്റൊക്കെ നിൽക്കണം. അടുത്ത വ്ളോഗ് ബാക്കിയുണ്ട്. ഫാമിലി വ്ളോഗ് 2 നാളെ എവിടെ പോകണം? എവിടെയെങ്കിലും പോവാം. അപ്പം പറയാം. See you. Bye. Good night.